Hello guys, welcome back to Vetakaran vlog. It's me, your one and only favorite Vetakaran with another അടിപൊളി വീഡിയോ. സോ ഗായ്സ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അറ്റ് ദ ടൈം ഐ അപ്ലോഡ് മൈ വീഡിയോ ഇൻ മൈ ചാനൽ. ഓക്കെ, സോ ടുഡേ വി ഗോണ ടോക്ക് അബൌട്ട് ടൈഗർ ഷെവൽ നോസ് കാറ്റ്ഫിഷ്. യെസ്, നമ്മളിന്ന് ടൈഗർ ഷെവൽ നോസ് കാറ്റ്ഫിഷിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ലാസ്റ്റ് നമ്മൾ എടുത്തത് റെഡ് ടെയിൽ കാറ്റ്ഫിഷിനെ കുറിച്ചാണ്. വിത്തൗട്ട് ഫർദർ വെറുപ്പിക്കൽ നേരെ നമുക്ക് കണ്ടന്റിലിട്ട് അടക്കാം. ലെറ്റ്സ് ഗോ. നമ്മുടെ ടൈഗർ ഷെവൽ നോസ് കാറ്റ്ഫിഷ് അക്വേറിയം ട്രേഡിലും മാൻഷോ ഫിഷ് കീപ്പേഴ്സിൻ്റെ ഇടയിലും വളരെയധികം പ്രസിദ്ധി നേടിയ ഒരു മീനാണ്. അതേപോലെ തന്നെ വളരെയധികം ബ്രീഡ് കോമ്പിനേഷൻസ് ഒക്കെ വന്ന എല്ലാം ഹിറ്റായിട്ടുള്ള ഒരു അടിപൊളി മീനും കൂടെയാണ്. ഏറ്റവും ഇതിൻ്റെ മാഗ്നിഫിസൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ കളറിങ്ങും പാറ്റേണും തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എടുത്തിട്ട് പറയേണ്ട ഒരു പോയിൻ്റ് തന്നെ. ഈ പേര് ടൈഗർ ഷെവൽ നോസ് എന്നുള്ള പേര് വന്നതിൻ്റെ കാര്യം തന്നെ ആ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടൈഗറിൻ്റെ ആ ഒരു കളറാണ് ഇതിൻ്റെ ആ ഒരു ഭയങ്കര ഒരു എടുപ്പ്. പിന്നെ ഇതിൻ്റെ ആ ഒരു റോക്കറ്റ് പോലത്തെ ഉള്ള രൂപവും, പിന്നെ നമ്മുടെ ആ ഷെവൽ നോസ് എന്നുള്ള പേരിൻ്റെ കാരണം തല ഷെവൽ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ മിറ്റിലും മറ്റു കാര്യങ്ങളൊക്കെ മണ്ണൊക്കെ കോരാനെടുക്കുന്ന ഷെവലിൻ്റെ രൂപത്തിലാണ് ഇതിൻ്റെ തല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ടൈഗർ ഷെവൽ നോസ് കാറ്റ്ഫിഷ് എന്നതുകൊണ്ടാണ് പേര് വന്നത്. അപ്പോൾ ടൈഗറിൻ്റെ വൈറ്റ് സ്ട്രൈപ്പും ഷെവലിൻ്റെ തലയും കാരണമാണ് ടൈഗർ ഷെവൽ നോസ് കാറ്റ്ഫിഷ് എന്ന് പേര് വന്നത്. ഒറിജിനൽ പറയുകയാണെങ്കിൽ ഒറിജിനേറ്റഡ് ഫ്രം ആമസോൺ നൊറീക്കോ, ആ ഒരു സെയിം ഏരിയ തന്നെയാണ് നമ്മുടെ റെഡ് ടെയിലിനെ കുറിച്ചിന് പോലെ തന്നെ. ആമസോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഒരു അടുത്തൊരു വീഡിയോ ഉണ്ടാക്കണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിനെ കുറിച്ച് ഒരു അടിപൊളി ഡീറ്റെയിൽഡ് മലയാളം റിവ്യൂ ഞാൻ ചെയ്തിരുന്നതായിരിക്കും, എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ. ഓൾസോ ഫോർ ഞാൻ ഇതിനകത്ത് അങ്ങനെ വീഡിയോസ് ഇടുന്നതിൽ ഞാൻ ഒരിക്കലും നമ്മുടെ ഏജ് റെസ്ട്രിക്ഷൻ ഇടുന്നില്ല. ബിലോ 18 ഇടുന്നില്ല, എബോ 18 ഇടുന്നില്ല. ആർക്ക് വേണമെങ്കിലും ബിഗിനിയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വീഡിയോസും കാണാം, കുട്ടികൾക്കും കാണാം. നമുക്ക് അറിവുകളാണല്ലോ പകരുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഒറിജിനെ കുറിച്ചായിരുന്നു. ആമസോണിൽ നിന്നാണ് ഒറിജിൻ വന്നിരിക്കുന്നത്. അണ്ടർ റേറ്റ് ചെയ്യുന്നതല്ല കേട്ടോ. ഫസ്റ്റ് പോയിൻ്റ് തന്നെ ഇതിനെ നോട്ട് ഫോർ ബിഗിനേഴ്സ് എന്നാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇറ്റ് ക്യാൻ ഗ്രോ അപ് ടു 122 സെൻറ്റിമീറ്റേഴ്സ്, അതർവൈസ് 100 സെൻറ്റിമീറ്റേഴ്സ്, ആറ്റ് ഈസ് ഈക്വൽ ടു 1 മീറ്റർ. വൈൽഡിൽ ഇതിൻ്റെ വളർച്ചയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മീറ്റർ വലിപ്പം വയ്ക്കും. ചെറിയ മീനല്ല. ക്യാപ്റ്റിവിറ്റിയിൽ ഇതിൻ്റെ വളർച്ച കുറയാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല ഫുഡും എൻവയോൺമെൻറ്റും കിട്ടിയാലാണ് 1 മീറ്ററൊക്കെ അറ്റൈൻ ചെയ്യുള്ളൂ. ക്യാപ്റ്റിവിറ്റിയിൽ ആ ചാൻസസ് കുറവാണ്. പിന്നെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 LB ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിലോഗ്രാംസ് വരുമ്പോൾ 27 കിലോഗ്രാംസ് ആൻഡ് ഓൾസോ സംടൈംസ് 70 ഒക്കെ വരുന്നതാണ് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോട്ട് ഫോർ ബിഗിനേഴ്സിലേക്ക് ഇതിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ളൊരു ഫിഷാണ്. സോ ഇതിന് ഹൈ സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തന്നെ മാറാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. ഹൈ സ്പീഡ് ലോഞ്ചിങ് ഇതിന് പറ്റും. കാരണം ഇത് വളരെ അക്വേറിയത്തിലൊരു ഫ്ലാഷ് എന്ന് തന്നെ പറയാം. വളരെ നിസ്സാര സമയം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ അക്വേറിയത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ ചേറുവരാലും മറ്റ് കോലുവയൊക്കെ പോലത്തെ ഇലോങ്ങേറ്റഡ് ഫിഷിന് ഭയങ്കര ഹൈ സ്പീഡിൽ മൂവബിലിറ്റി ഉണ്ടല്ലോ, അതേ വൈബ് തന്നെയാണ് ഇവനും. ഹൈ സ്പീഡിൽ ഇവന് പോകാൻ പറ്റും. ഇതുപോലെ തന്നെ ഇവൻ്റെ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് നോക്കുന്ന സെക്കൻഡിനുള്ളിൽ, ഒരു ബ്ലിങ്ക് ഓഫ് സെക്കൻഡിനുള്ളിൽ ഇവൻ സ്ട്രൈക്ക് ചെയ്തിരിക്കും. ഇതിൻ്റെ ഒരു സ്ട്രൈക്കിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കും. 1.3 സെക്കൻഡ്സാണ് എടുത്തിട്ടുള്ളൂ ഇവൻ. അത്രയ്ക്ക് ഫാസ്റ്റാണ് ഈ മീൻ. സോ ഞാൻ പറഞ്ഞു തന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ, ഇത് അക്വേറിയത്തിൽ നമ്മൾ ലൈഫ് ഫീഡ് കൊടുക്കുന്ന സമയത്ത് മീനുകളെ ഓടിച്ചിട്ടടിക്കുന്ന സമയത്ത് ഇതിന് സെൽഫ് ഹേർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അക്വേറിയത്തിൽ ലൈഫ് ഫീഡ് കൊടുക്കുമ്പോൾ ഒരിത്തിരി ഹാഫ് ഡെഡായ മീനോ അല്ലെങ്കിൽ ഒരിത്തിരി പരിക്കേറ്റ മീനെയാണ് ഇട്ട് കൊടുക്കാനുള്ളൂ. കാരണം ഇവൻ സെൽഫ് ഹേർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അക്വേറിയത്തിൻ്റെ ലിഡ് എപ്പോഴും സ്ട്രോങ് ആയിട്ടൊരു ലിഡ് വേണം. അക്വേറിയത്തിന് ലിഡ് ഇല്ലാണ്ട് വെക്കരുത്. കാരണം ഇവൻ പേടി തട്ടിയിൽ എടുത്ത് ചാടാനുള്ള ചാൻസസ് വളരെ അധികമാണ്. സോ യു ഹാവ് ടു പ്രൊവൈഡ് എ വെൽ സ്ട്രോങ് മെയിൻറ്റൈൻഡ് അക്വേറിയം ആൻഡ് ഓൾസോ എ വെൽ മെയിൻറ്റൈൻഡ് ലിഡ്. പിന്നെ നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുള്ളുകളാണ്. ഇതിൻ്റെ ബാർബൽസ് സൈഡിലായിട്ടും ടോപ്പിലായിട്ടും കൊടുത്തിരുന്ന നമ്മുടെ ഏകദേശം നമ്മുടെ സാമി എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് മഞ്ഞക്കുരി എന്ന് പറയാം. മഞ്ഞക്കുരി, നമ്മുടെ ഏട്ട അല്ലെങ്കിൽ നമ്മുടെ ചില്ലൻകുരി എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന നാട്ടിലും തോട്ടിലൊക്കെ കിട്ടുന്ന ഒരു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സെയിം വൈബിൽ തന്നെയാണ് ഇതിൻ്റെ മുള്ളും വന്നിരിക്കുന്നത്. പിന്നെ കഴുത്തിൻ്റെ നെക്കിൻ്റെ അവിടെയായിട്ട് 2 മുള്ളും പുറത്തായിട്ട് ഒരെണ്ണമാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 3 മുള്ളും വളരെ ഡെഡ്ലിയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു. വളരെ ഹാംഫുള്ളും പെയിൻഫുള്ളും ആണ് ഇതിൻ്റെ മുള്ള്. നല്ല രീതിയിൽ വേദന എടുക്കും. നല്ല കട്ടുകഴപ്പുണ്ടാവും. കിട്ടിയോട്ടമുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക. ടൈഗർ ഷെവൽ നോസിൻ്റെ കൊത്ത് കിട്ടിയവർ കമൻറ്റ് ചെയ്യുക. നല്ല നമ്മുടെ കാരി എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അതേ ലെവൽ കട്ടുകഴപ്പുണ്ടാവും. നല്ല പെയിൻ ഉണ്ടാവും. നല്ല പെയിനാണ്. പിന്നെ ഈ മഞ്ഞക്കുരിക്കൊക്കെ ഉള്ള പോലെ തന്നെ മുള്ളിൽ ബാക്ക്വേർഡ് ഫേസിങ് അരവുണ്ട്.
അപ്പോൾ ഇതിൻ്റെ മുള്ള് കുത്തിക്കയറി ഇത് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലിട്ട് ഫർദർ ഉള്ളിലിട്ട് മുറിവ് കയറാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അത് സ്റ്റക്കാവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടാവും. ചില മീനിൻ്റെ മുള്ളൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഊരിയെടുക്കാൻ ചിലപ്പോൾ ചെറിയ കുഞ്ഞ് ഓപ്പറേഷനൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ തന്നെ ബലം പിടിച്ച് ഊരേണ്ടി വരും. മഞ്ഞക്കൂരിയുടെ കൊത്ത് കിട്ടിയുള്ളവർക്ക് അറിയാം. പിന്നെ ഒരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു മീൻപിടുത്തക്കാരൻ ജീനിയസ് പറഞ്ഞു തന്നതാണിത്. പിന്നെ ഈ ക്യാറ്റ് ഫിഷ് സ്പീഷീസിൻ്റെയൊക്കെ മുള്ള് കുത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മെഡിസിൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു വലിയൊരു നമ്മുടെ ഒരു ചൂണ്ടക്കാരൻ പറഞ്ഞു തന്നൊരു ട്രിക്കാണിത്. ഞാൻ പരീക്ഷ നോക്കി, എനിക്ക് കുഴപ്പമില്ലായിരുന്നു, എനിക്ക് വർക്കൗട്ടായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം മീനിനും പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുള്ള് കുത്തി നമുക്ക് വേദന എടുക്കുകയാണെങ്കിൽ ഈ ക്യാറ്റ് ഫിഷ് സ്പീഷീസിനാട്ടോ ഇത് പറ്റുള്ളൂ. അതിൻ്റെ അടിവയറ്റിൽ നമ്മുടെ ഉളുമ്പുണ്ടല്ലോ, ആ സ്ലൈം എടുത്തിട്ട് ആ മുറിവിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ആ വേദന മാറാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്കൊരു തവണ വർക്കൗട്ടായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് വർക്കൗട്ടായില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ പക്കത്ത് കയറരുതൊക്കെ. എനിക്ക് വർക്കൗട്ടായി, കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് നിങ്ങളും ചെയ്ത് നോക്ക്. എന്നിട്ട് സംഭവം വർക്കൗട്ട് ആവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിസ്കേഴ്സാണ്, അഥവാ മീശ. ഇതെന്തിനാണ് ഇതിന് ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യാറ്റ് ഫിഷിനും ഒരേ ഒരു ഉപകാരമാണ് ഇതുകൊണ്ടുള്ളൂ. നൈറ്റിലും മെർക്കി വാട്ടറിലും ലൊക്കേറ്റ് ചെയ്യുക. സെൽഫ് നമ്മുടെ നാവിഗേഷനും പിന്നെ എരേനെ അന്വേഷിക്കാനും വേണ്ടിയാണ് ഇതിന് ഈ മീശ യൂസ് ചെയ്യുന്നത്. അതാണ് ഈ മീശ വെച്ച് ഇങ്ങനെ പൊക്കി തത്തി ഇവന്മാർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവഴി ഇവന്മാർ നാവിഗേഷനും ഫുഡ് ലൊക്കേറ്റ് ചെയ്യാനുമുള്ള പരിപാടിയാണ് നടത്തുന്നത്. സോ നെക്സ്റ്റ് പോയിന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീഡിങ് ഹാബിറ്റ്സ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫീഡിങ്ങിന് അത്യാവശ്യം നല്ല മറ്റ് ക്യാറ്റ് ഫിഷിനെ പോലെ തന്നെ ഇത് നല്ല രീതിയിലുള്ള മീറ്റി ഐറ്റംസിനുള്ള സെർച്ചിലായിരിക്കും. സോ ഇതിന് എപ്പോഴും നമ്മൾ മീറ്റി ഐറ്റംസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പെല്ലറ്റും ഫ്രഷ് ലൈവ് ഫിഷും എടുക്കാൻ പഠിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും. കാരണം ഫ്രഷ് മീൻ മാത്രം കൊടുത്ത് പഠിപ്പിക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ ഫ്രഷ് മീറ്റ് ഐറ്റംസ് മാത്രം കൊടുത്ത് പഠിപ്പിക്കരുത്. ഒരു മിക്സ് ഡയറ്റ് ഫോളോ ചെയ്യുക, അതായിരിക്കും ബെറ്റർ. കാരണം ഇടയ്ക്ക് ഫ്രഷ് ലൈവ് ഫിഷ് കൊടുക്കുക, ഇടയ്ക്ക് മീറ്റ് ഐറ്റംസ് കൊടുക്കുക, ഇടയ്ക്ക് പെല്ലറ്റ് കൊടുക്കുക. അങ്ങനെ ഒരു മിക്സ് ഡയറ്റ് കൊടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എല്ലാവരും അക്വേറിയം ഫാമുകളിലൊന്നും താമസിക്കുന്നവരല്ല, വലിയ ഫാമുള്ളവരും അല്ല. അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിൽ വളർത്താൻ താല്പര്യമുള്ളവർ ഇങ്ങനെ മിക്സ് ഡയറ്റ് കൊടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ കയ്യിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റേ ചിക്കനും ബീഫൊക്കെ കൊടുക്കണമെന്ന് പറ്റിയെന്ന് വരില്ല. ചില സമയത്ത് നമുക്ക് പിന്നെ കോഴി വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ കൂടുതൽ ലൈഫ് ഫിഷ് ആയിരിക്കും. തോടും പുഴയൊക്കെ അടുത്തുള്ളവർക്ക് ലൈഫ് ഫിഷ് കൊടുക്കണമായിരിക്കും എളുപ്പം. പക്ഷേ ലൈഫ് ഫിഷ് ഒരു സമയത്ത് അവിടെ മീൻ കിട്ടാണ്ട് വരുമ്പോൾ ആണ് ഇവർ പെടുന്നത്. കാരണം എനിക്കിതേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളതാണ്, ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അപ്പം മിക്സ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. പെല്ലറ്റ് കൊടുത്ത് പഠിപ്പിക്കുക, ലൈഫ് ഫിഷ് കൊടുത്ത് പഠിപ്പിക്കുക, മീറ്റ് ഐറ്റംസ് കൊടുത്ത് പഠിപ്പിക്കുക. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുഡിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. പിന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫീഡിങ് ബിഹേവിയറാണ്. ഇതൊരു നൊക്ടേണൽ അനിമലിൽ പെടുന്ന സാധനമാണ്. നൊക്ടേണൽ ബിഹേവിയറാണ് ഇതിനുള്ളത്. നൊക്ടേണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഞാൻ റെക്ടൈൽ ക്യാറ്റ് ഫിഷിൻ്റെ വീഡിയോയിൽ വിവരിച്ചായിരുന്നു. നൈറ്റിൽ ആക്റ്റീവായിട്ട് ഹണ്ട് ചെയ്ത് നടന്നിട്ട് ഡേ ടൈമിൽ റെസ്റ്റ് ചെയ്യുന്ന അനിമൽസിനെയാണ് നൊക്ടേണൽ അനിമൽസ് എന്നുള്ള വിഭാഗത്തിൽ പെടുത്തുന്നത്. എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ പെടുന്ന സാധനമാണ് ഇതും. അതേ സെയിം വൈബിലാണ് ഇത് ഹണ്ട് ചെയ്യണത്. സോ നമ്മൾ നോക്കുമ്പോൾ അക്വേറിയത്തിലും മറ്റ് നോർമൽ ഫിഷുകളെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഫീഡ് ചെയ്യുമ്പോൾ ഇവൻ ഫീഡ് എടുക്കുന്നുണ്ടായിരിക്കില്ല. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദ ക്യാറ്റ് ഫിഷ് സ്പീഷീസിനും ഇതേ ഒരു ബിഹേവിയറാണ്. മറ്റു മീനും ഫീഡ് കൊടുക്കുമ്പോൾ അവന്മാർ ഫുഡ് എടുക്കുന്നതല്ല. എന്നാൽ നൈറ്റ് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഫുഡ് എടുക്കും. കാരണം അത് അവരുടെ ബിഹേവിയറിലുള്ളതാണ്. അത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കരുത്. അപ്പം നിങ്ങൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ടാങ്കിലാണ് ഇതിന് ഇട്ടേക്കണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെയുള്ള ടാങ്ക് മേറ്റ്സിനെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ ഇവൻ അതിനകത്താക്കും. അപ്പം ഇട്ടേക്കണമെങ്കിൽ മറ്റു മീനുകൾ ഫീഡ് എടുക്കുമ്പോൾ ഇവൻ കഴിക്കണ്ടാവില്ല. സോ ഇവൻ്റെ ടൈമിങ് മാത്രം ഒരു നൈറ്റിൽ ഒരു ടൈമിൽ ഒരു 10 നിങ്ങൾക്ക് എപ്പോഴാണോ സ്യൂട്ടബിൾ ഫീഡിങ് ടൈം ആ ടൈമിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റിയ നല്ല ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് കട്ട് തിലോപ്പിയ, കട്ട് ചെയ്ത ഫ്രോസൺ തിലോപ്പിയ, അല്ലെങ്കിൽ ഷ്രിമ്പ്, പിന്നെ നമ്മുടെ എർത്ത് വാംസ്, ബ്ലഡ് വാംസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മീറ്റ് ഐറ്റംസ് എല്ലാം കയറും. പിന്നെ അതുപോലെ ലൈഫ് ഫിഷുകൾ കൊടുക്കാം. പിന്നെ പെല്ലറ്റ് കൊടുത്ത് മസ്റ്റായിട്ട് പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മീറ്റ് ഐറ്റംസ് ലൈഫ് ഫിഷൊക്കെ ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് എല്ലാം മിക്സ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് ഇത് കൊടുക്കുന്ന പെല്ലറ്റുകളും മറ്റ് സാധനങ്ങളും മീറ്റ് ഐറ്റംസും സിങ്ക് ചെയ്ത് ബോട്ടത്തിലായിട്ട് എത്തുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം ഇതൊരു ബോട്ടം ഫീഡറാണ്, ബോട്ടത്തിൽ കൂടിയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ദ റെപ്റ്റൈൽ. അതുകൊണ്ട് ഇതിന് സിങ്ക് ചെയ്ത് കൊടുക്കുന്ന പെല്ലറ്റുകളും മീറ്റ് ഐറ്റംസും ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് ഹൈഡിങ് സ്പേസസ് ആണ്.
ഹൈഡിങ് സ്പേസസ് ക്യാറ്റ് ഫിഷ് എല്ലാത്തിനും ഇഷ്ടപ്പെടുന്ന, വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഒരു ഡ്രിഫ്റ്റ് വുഡോ ഒരു PVC-യോ എന്തെങ്കിലും ഒരു വലിയ വലിയ ഇരുട്ടുള്ള റോക്കോ, ഇങ്ങനെ ഇരുട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം ലൈറ്റിൽ നിന്ന് റീച്ച് ചെയ്ത് മാറി കിടക്കാൻ പാകത്തിന് ഇവന്മാർക്ക് റെഡിയാക്കി കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈറ്റ് അക്കുറത്ത് ലൈറ്റ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ വലിയൊരു ഇരുട്ടുള്ള ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും കയറ്റി വയ്ക്കാം. അപ്പോൾ സെറ്റാവും. സോ നെക്സ്റ്റ് പോയിന്റ് ഈസ് വാട്ടർ പാരാമീറ്റേഴ്സ്. വാട്ടർ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ട മാറ്റങ്ങളാണ് ഈ മീൻ എന്തൊക്കെ ആണ് ടെമ്പറേച്ചറും pH അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 22 to 24 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിനെ പറ്റിയ ചൂട്. ഫാരൻഹൈറ്റിൽ പറയുമ്പോൾ 27 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. പിന്നെ pHൻ്റെ കാര്യം പറയുമ്പോൾ 6 to 7 അല്ലെങ്കിൽ 6 to 7.5 ആ ഒരു മീഡിയത്തിൽ കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നമ്മൾ നല്ല രീതിയിൽ വാട്ടർ കണ്ടീഷനിങ് ചെയ്തുകൊണ്ടിരിക്കുക, ഫിൽട്രൈസേഷനൊക്കെ യൂസ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഒരു ചെടികളോ അല്ലെങ്കിൽ എന്തെങ്കിലും പായലോ എന്തെങ്കിലും സാധനം ഈ നൈട്രേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി അതേപോലെ എന്തെങ്കിലും ചെടികളോ ബയോബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും നിങ്ങളുടെ ഫിൽറ്ററിലായിട്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടീഷൻ നല്ല പക്കയായിട്ടിരിക്കും. നെക്സ്റ്റ് ഈസ് ഫിൽട്രേഷനാണ്. ഫിൽട്രേഷൻ്റെ കാര്യം പറയുമ്പോൾ നല്ലൊരു അടിപൊളി ഫിൽട്രേഷൻ വേണം. കാരണം ഇത് വലിയ ഫിഷാണ്, കൂടുതലും മീറ്റി ഐറ്റംസ് ഒക്കെയാണ് കൺസ്യൂം വേണം, ജസ്റ്റ് ലൈക്ക് ദ സെയിം ആസ് ദ റെപ്റ്റൈൽ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഫിൽട്രൈസേഷൻ ഇതിന് സെറ്റായിരിക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ ബയോബോൾസ്, നൈട്രേറ്റ്സ്, ചാർക്കോളോ അങ്ങനത്തെ ഉള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് ഇടണം. പിന്നെ അതിൻ്റെ ഒപ്പം ചെടികൾ മറ്റേ നമ്മുടെ മണി പ്ലാന്റ് പോലത്തെ സാധനങ്ങളൊക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലുള്ള ആവശ്യമില്ലാത്ത ബാക്ടീരിയസിനെ വലിച്ചെടുക്കാനും ഗുഡ് ബാക്ടീരിയസിനെ പ്രൊവൈഡ് ചെയ്യാനും ഈ പ്ലാന്റ്സ് ഹെൽപ്ഫുൾ ആവും. പിന്നെ വെള്ളത്തിലുള്ള നൈട്രേറ്റ് ആണ് നമ്മൾ പിന്നെ ടേൺ ചെയ്ത അമോണിയായി മീൻ ടോക്സിക് ആയിട്ട് മാറുന്ന സാധനം, അത് മീനെ കൊല്ലും. സോ അതൊക്കെ വലിച്ചെടുക്കാൻ ഒരു പ്ലാന്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒന്നെങ്കിൽ നിങ്ങളുടെ ഫിൽട്രൈസേഷൻ ബക്കറ്റിലിട്ട് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ ഇത് വെള്ളം കണ്ടീഷൻ ചെയ്യാനാണ് ഈ ഫിൽട്രൈസേഷൻ ഉദ്ദേശിച്ചത്. റെപ്റ്റൈലിനെ പോലെ തന്നെ ഇതിനും 2 ഫിൽട്രൈസേഷനെങ്കിലും അറ്റ്ലീസ്റ്റ് വേണ്ടി വരും. ഇത് ഇത്രയും പറഞ്ഞത് നമ്മുടെ വെള്ളം ക്ലീനായിട്ട് പക്കയായിട്ട് വെൽ മെയിൻറ്റെയിൻ ആയിട്ട് കൊണ്ടുപോകാനുള്ള ഫിൽട്രൈസേഷനാണ്. പിന്നെ ഈ മീന് പറ്റിയ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോ ഫിൽറ്റർ ആയിരിക്കും. നല്ല രീതിയിൽ വെള്ളത്തിന് ഒഴുക്ക് കിട്ടുന്ന ഒരു അനക്കം കിട്ടുന്ന ഒരു ഫിൽറ്റർ ആയിരിക്കും ഇതിന് ബെറ്റർ. കാരണം ഇത് നല്ല ഫാസ്റ്റ് ഫ്ലോയിങ് വാട്ടർ ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ്. അടുത്തത് ടാങ്ക് സൈസാണ്. 270 gallons ആണ് US സ്റ്റാൻഡേർഡ്സ് വഴി ഇതിന് സജസ്റ്റ് ചെയ്യുന്ന ടാങ്ക് സൈസ്. അത് കൺവേർട്ട് ചെയ്ത് ലിറ്റേഴ്സിൽ വരുമ്പോൾ 900 ലിറ്റേഴ്സാണ്. അത് ഏകദേശം ഒരു 1000 ലിറ്റർ വെള്ളത്തിൻ്റെ കപ്പാസിറ്റി വരും. അത് ഏറ്റവും വലുതിനാണ്. നമ്മൾക്ക് അക്വേറിയത്തിലൊക്കെ ഇട്ട് വളർത്താവുന്നതാണ്. വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അനുസരിച്ച് ടാങ്ക് സൈസ് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാവും. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഇതിന് സെയിൽ ചെയ്യലും പരിപാടികളൊക്കെ. അപ്പോൾ ഒരു മീഡിയം ഒരു ലെങ്ത്തൊക്കെ വളർന്നവരെ, നമ്മുടെ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു മീനിൻ്റെയൊക്കെ വലിപ്പം വരുന്നവരെ നമുക്ക് വളർത്തിയിട്ട് ഒരു 3 kilos 5 kilos ഒക്കെ വരെ വളർത്തിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാനാണ് കൂടുതലും പറ്റുള്ളൂ. അല്ലാണ്ട് ലെങ്ത്തിൽ വളർത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയ കുളവും അല്ലെങ്കിൽ ഫിഷ് ടാങ്ക് മറ്റു സാധനങ്ങളൊക്കെ വേണ്ടി വരും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത് നോട്ട് ഫോർ ബിഗിനേഴ്സ് എന്നുള്ള ലിസ്റ്റിൽ സജസ്റ്റ് ചെയ്തത്. സോ നെക്സ്റ്റ് വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ടാങ്ക് മേറ്റ്സ് ആണ്. ടാങ്ക് മേറ്റ്സ് ഇതിൻ്റെ ഒപ്പം തന്നെ ഉള്ള സാധനങ്ങൾ ഇട്ടില്ലെങ്കിൽ എല്ലാവരും അകത്താക്കും. ഏകദേശം റെപ്റ്റൈലിൻ്റെ അത്രയും വലിയ ആർത്തിപ്പണ്ടാരമൊന്നും അല്ലെങ്കിലും വലുത് ഭയങ്കര വലിപ്പമുള്ളൊരു മീനാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കയറാൻ പറ്റുന്നോ അതൊക്കെ കുത്തിക്കയറ്റും. സോ കൂടെയുള്ള ടാങ്ക് മേറ്റ്സിൻ്റെ ജീവനോടെ കാണണമെന്ന് താല്പര്യമുള്ളവർ ഇതിനേക്കാളും വലിപ്പമുള്ള സാധനങ്ങളെ ഇടുക. ഇതിന് ഹാം ചെയ്യാൻ പറ്റില്ല, ഇതിനെ അങ്ങോട്ട് ഉപദ്രവിക്കാൻ പറ്റില്ലാത്ത സാധനങ്ങൾ ഒപ്പം പിടിച്ചിരിക്കുന്ന ഒരു സാധനങ്ങളെ ഇടുക. ഇപ്പോൾ നമ്മുടെ 200 BS3 ഡ്യൂക്കിൻ്റെ ഒപ്പം 200 നമ്മുടെ RS കോമ്പീറ്റ് ചെയ്ത് നിൽക്കുന്നില്ലേ, അതേപോലെ ഒരു കോമ്പറ്റീഷനും ഉള്ളത് സാധനങ്ങളെ ഒപ്പം ഇടുക, അല്ലെങ്കിൽ ഇവനെല്ലാത്തിനും അകത്താക്കും. അതിനകത്ത് ഞാൻ സജസ്റ്റ് ചെയ്യണത് പ്ലേക്കോസിനെ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പ്ലേക്കോ ഭയങ്കര ഹാർഡ് ഫിഷ് ആയതുകൊണ്ട് തന്നെ ഇതിന് അറ്റാക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ അടുത്തത് നമ്മുടെ അരോപ്പൈമയും വലുതാവാത്ത നോക്കിയെടുക്കണം. അരോപ്പൈമ വലുതായ ഇവനെ തിന്നും, ഇവൻ വലുതായ അവനെ കിട്ട് പണിയും. അപ്പം ഏകദേശം സൈസ് മാച്ചാവുന്ന മീനുകൾ ഇടുക. ഇതിൻ്റെ വായി കയറില്ലാത്ത മീനുകൾ ഇടുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ മീനുകളൊക്കെ ഇടുക. അങ്ങനെ തന്നെ ഇതിന് പറ്റിയ സൈസിനുള്ള സാധനങ്ങൾ നിങ്ങൾ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഷീസാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ നോർമൽ ടൈഗർ ഷെവൽനോസിനെയാണ് കാണിക്കുന്നത്. ഈ സാധനത്തിന് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആവുന്നത്. പിന്നെ അടുത്തത് വളരെ റയറായിട്ട് ഇടയ്ക്ക് മാത്രം വരുന്ന സാധനമാണ് സ്പോട്ടഡ് ടൈഗർ ഷെവൽനോസ്. ഇതിൻ്റെ ബോഡി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുള്ള് സ്പോട്ടുകളാണ്. അങ്ങനെ ഇതിന് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഷെവൽനോസ്. ഇതിൻ്റെ മേത്ത് സ്പോട്ടും ഇല്ല, സ്ട്രൈപ്പും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്ത് വരാൻ നമ്മുടെ എക്സോട്ടിക് ഫിഷ് സ്പീഷീസിൽ വരുന്ന സാധനമാണ് വൈറ്റ് ആൽബിനോ ടൈഗർ ഷെവൽനോസ്.
ഫുള്ളും ആൽബിനോ ആയിരിക്കും. ഇത് നല്ല എക്സോട്ടിക് ആയിട്ടുള്ള സാധനമാണ്. ഇത് കിട്ടാനും വളരെ റെയറാണ്. പിന്നെ അടുത്തത് വരുന്നത് പറഞ്ഞാൽ പിന്നെ ആൽബിനോ ആൻഡ് ബ്ലാക്ക് പാച്ചസ് ഉള്ളത്. നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷിനെ പോലെ തന്നെ വൈറ്റ് ബോഡിയിൽ ബ്ലാക്ക് പാച്ചസ് ഉള്ളതാണ്. പിന്നെ വരാൻ പോകുന്നതാണ് ക്രോസ് ബ്രീഡ് വെറൈറ്റീസിലേക്ക് വരുന്നത്. റെഡ് ടെയിൽ ടൈഗർ ഷവൽനോസ് കാറ്റ് ഫിഷ് എന്ന് പറയാവുന്ന സാധനം. റെഡ് ടെയിലും ടൈഗർ ഷവൽനോസും കൂടെ ക്രോസ് ബ്രീഡായി ഉണ്ടായ കുട്ടി, അതാണ് ഈ സാധനം. പിന്നെ അതിൻ്റെ തന്നെ വേറെ കുറച്ച് വെറൈറ്റീസിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി കാണാൻ പോകുന്ന സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ടൈഗർ ഷവൽനോസിന് മേടിക്കാൻ നോക്കും. ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യുമ്പോൾ എന്തായാലും നോക്കും. കാരണം അത്രയ്ക്ക് വെറൈറ്റീസാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഈ കണ്ണാണ് വെറൈറ്റീസ്. ഇതൊക്കെ ഇതിൻ്റെ എക്സോട്ടിക് വെറൈറ്റീസാണ്. പക്ഷേ ഇതൊരിക്കലും ഇതിൻ്റെ തന്നെ സ്പീഷീസ് അല്ല. ഇതിൻ്റെ കുറച്ച് സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ അത്യാവശ്യം ലെങ്തി ആയോ എന്നെനിക്ക് നല്ലൊരു ഡൗട്ടുണ്ട്. എന്തായാലും ഇത്ര നേരം നിങ്ങൾ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇറ്റ്സ് അപ് ടു യു ഗൈസ്. പിന്നെ പുതിയ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ദ കമൻറ്റ് സെക്ഷൻ ഈസ് ഫോർ യു ഗൈസ്. സോ കമൻറ്റ് യുവർ അഭിപ്രായം ഡൗൺ ബിലോ. പുതിയ എന്തെങ്കിലും കണ്ടന്റുകൾ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരാൾ ആലഗേറ്റർ കാറിൻ്റെ വീഡിയോ ചോദിച്ചായിരുന്നു. ഉടനെ ഉണ്ടാവുന്നതാണ്. ഞാൻ ഇത്തിരി ബിസി ആയതുകൊണ്ടാണ്. ഞാനിപ്പോൾ സെക്കൻഡ് ഞാൻ പ്ലാൻ ചെയ്തത് ടൈഗർ ഷവൽനോസിൻ്റെ വീഡിയോ ആണ്. ഉടനെ തന്നെ ആലഗേറ്ററിൻ്റെ വീഡിയോ നമ്മൾ ഇറക്കുന്നതാണ്. അപ്പോൾ അതുപോലെ കമൻറ്റ്സ് ഒക്കെ ഇടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം. ഇറ്റ്സ് യുവർ വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് വേട്ടക്കാരൻ. ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ. ബൈ.